It's Tailfrog, let's fly, let's fly. It's Tailfrog, we're ready to rise. Legends in the shadows, we claim the skies. Walk through the dark, no fear, no disguise. We bring the heat, see the fire in our eyes. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെയിൽ ഫ്രോഗ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് 1995 പുറത്തിറങ്ങിയ നമ്മൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള അഡ്വഞ്ചർ ട്രഷർ ഹണ്ടിങ് വിഭാഗത്തിൽപ്പെടുത്താവുന്ന കട്ട് ത്രോട്ട് ഐലൻഡ് എന്ന ഒരു കിടിലൻ സിനിമയാണ്. അപ്പൊ എങ്ങനെയാ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക്. Hey, it's Tailfrog. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഹാർബറിനടുത്തുള്ള ഒരു ഹോട്ടൽ കാണിക്കുകയാണ്. അവിടെ രണ്ടുപേര് ഇങ്ങനെ റൊമാൻസ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അയാൾ ഒരു ഗണ്ണെടുത്തിട്ട് ആ ലേഡിയുടെ നേരെ ചൂണ്ടാണ്. എന്നിട്ട് പറയാണ്, നീ കടൽ കൊള്ളക്കാരിയായിട്ടുള്ള മോർഗൻ അല്ലേ? ഇത് കേട്ടിട്ട് അവളാണെന്നുണ്ടെങ്കിൽ എന്റെ ശരിയായിട്ടുള്ള പേര് നിനക്ക് എങ്ങനെ അറിയാന്നുള്ള രീതിയിൽ അവനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇവളാണ് നമ്മുടെ ഈ ഒരു കഥയിലെ ഹീറോയിനായിട്ടുള്ള മോർഗൻ. ഇപ്പൊ അയാൾ പറയാണ്, നിന്റെ പേരെന്താണെന്നും നിന്റെ അച്ഛൻ ആരാണെന്നും അങ്ങനെ നിന്നെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഈ ഒരു ജമൈക്കൻ നാടിന്റെ കപ്പൽ പടയിൽപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ നിന്നെ ഇപ്പൊ അറസ്റ്റ് ചെയ്യാനായിട്ട് പോവാണ് എന്നിങ്ങനെ ആ ഒരു ഗണ്ണ് ചൂണ്ടിയിട്ട് അയാള് അവളോട് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് അവളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചിരിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോ അവിടെ തൊട്ടടുത്തിരിക്കുന്നുണ്ടായിരുന്ന അവളുടെ പെറ്റായിട്ടുള്ള ഒരു ചെറിയ കുരങ്ങനുണ്ടായിരുന്നു. ഇപ്പൊ അവന്റെ നേരെ അവള് കൈ കാണിക്കുകയാണ്. കുരങ്ങനാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബുള്ളറ്റുകൾ അവളുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അയാൾ അവൾക്ക് നേരെ ചൂണ്ടിയിട്ടുള്ള ആ ഒരു തോക്കിലെ ബുള്ളറ്റുകൾ ഈ ഒരു കുരങ്ങനെ അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. ഇപ്പൊ അവള് പറയാണ്, എനിക്ക് നിന്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു, അതെന്തായാലും കഴിഞ്ഞല്ലോ. അപ്പൊ ബുള്ളറ്റ് ഇല്ലാത്ത ഈ ഒരു ഗണ്ണുകൊണ്ട് നിനക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനല്ലോ, അപ്പൊ എങ്ങനെ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവള് നൈസായിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ കുതിരപ്പുറത്ത് രണ്ടാളുകൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവളുടെ അച്ഛന്റെ കപ്പലിൽ ജോലി ചെയ്യുന്ന കൊള്ളക്കാരാണ് അവര്. അതിലൊരുത്തന്റെ പേര് ഗ്ലാസ് പൂൾ എന്നാണ്. അവനിപ്പോ മോർഗന്റെ അടുത്ത് വിളിച്ചു പറയാണ്, എന്തോ ഒരു അപകടം നടക്കാനായിട്ട് പോകുന്നുണ്ട്. നിന്റെ അച്ഛന്റെ ബ്രദർ നമ്മുടെ കപ്പലിൽ വന്നിട്ട് അച്ഛനെ കൂട്ടിയിട്ട് അയാളുടെ കപ്പലിലേക്ക് പോയിട്ടുണ്ട്. അപ്പോ നീ വേഗം വാ, എന്തോ ഒരു പ്രശ്നം നടക്കാനായിട്ട് പോകുന്നുണ്ട് എന്നിങ്ങനെ പറയാണ്. അങ്ങനെ ഇവരെല്ലാരും കൂടിയിട്ട് കടൽ തീരം ലക്ഷ്യമാക്കിയിട്ട് കുതിരപ്പുറത്ത് ഇങ്ങനെ പാഞ്ഞു പോവാണ്. ഒരു മീൻപിടുത്തക്കാരൻ അയാളുടെ ബോട്ടുമായിട്ട് കടലിലേക്ക് ഇറങ്ങാനായിട്ട് തുടങ്ങുമായിരുന്നു. ഇപ്പൊ മോർഗനും ടീംസും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ഫിഷർമാനെ അടിച്ചിട്ട് അവള് അയാളുടെ ബോട്ടുമായിട്ട് നേരെ കടലിലേക്ക് തന്നെ പോവാണ്. ഇപ്പോഴുള്ള അച്ഛന്റെ ബ്രദർ ആയിട്ടുള്ള ഡൗങ് ബ്രൗണിന്റെ അണ്ടറിലുള്ള ആ ഒരു കപ്പൽ കാണിക്കുകയാണ്. നമ്മുടെ ഹീറോയിന്റെ അച്ഛനെ ഇയാള് ഈ ഒരു കപ്പലിന് അറ്റത്തായിട്ട് പിടിച്ചു നിർത്തിയിട്ടുണ്ട്. അയാളിപ്പോ ചോദിക്കുകയാണ്, 100 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സ് ഒരുപാട് നിധിയൊക്കെ കളക്ട് ചെയ്തിട്ട് ആ ഒരു ഐലൻഡിൽ കൊണ്ടുവച്ചിട്ടില്ലേ, അതിലേക്കുള്ള ഒരു മാപ്പിന്റെ കഷ്ണം എന്റെ കയ്യിലാണുള്ളത്. ഇനി ഒരു കഷ്ണം നിന്റെ അടുത്തുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ചേട്ടന്റെ അടുത്തും ഒരു കഷ്ണമുണ്ട്. നിന്റെ കയ്യിലുള്ള ആ ഒരു മാപ്പിന്റെ പീസ് എനിക്ക് തരാനായിട്ട് പറയാണ്. ഹീറോയിന്റെ അച്ഛനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചിരിച്ചിട്ട് പറയുന്നുണ്ട്, ആ ഒരു മാപ്പിലുള്ള കാര്യങ്ങൾ മുഴുവനും എന്റെ തലയിലാണുള്ളത്, നിങ്ങൾ ഇനി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അത് കണ്ടുപിടിക്കാനായിട്ട് കഴിയില്ല എന്ന് അയാൾ പറയാണ്. ഇത് കേട്ടിട്ട് ദേഷ്യം വന്നിട്ടുള്ള ബ്രൗണ് ഇപ്പൊ നമ്മുടെ ഹീറോയിന്റെ അച്ഛനെ ഷൂട്ട് ചെയ്തിട്ട് വെള്ളത്തിലേക്ക് ഇടുന്നുണ്ട്. എന്നാൽ ഈ ഒരു സമയപ്പത്തേക്കും നമ്മുടെ ഹീറോയിനായിട്ടുള്ള മോർഗൻ ആ ഒരു തോണിയായിട്ട് ഈ ഒരു കപ്പലിന്റെ അടിയിലേക്ക് എത്തിയിട്ടുണ്ട്. അവൾ വെള്ളത്തിലേക്ക് എടുത്തു ചാടിയിട്ട് അവളുടെ അച്ഛനെ രക്ഷിക്കാനായിട്ട് നോക്കുന്നുണ്ട്. എന്നാൽ അയാളുടെ കാലില് വലിയൊരു നങ്കൂരം കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ കടലിന്റെ അടിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മോർഗൻ ആണെന്നുണ്ടെങ്കിൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു കത്തി എടുത്തിട്ട് ഇപ്പൊ ഈ ഒരു നങ്കൂരത്തിൽ കെട്ടിയിട്ടുള്ള ആ ഒരു കയറ് കട്ട് ചെയ്തിട്ട് അവളുടെ അച്ഛനെ രക്ഷപ്പെടുത്തിയിട്ട് ഇപ്പൊ കരയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ അയാൾക്ക് വെടികൊണ്ടതുകൊണ്ട് തന്നെ ഈ ഒരു സമയപ്പത്തേക്കും അയാൾ മരിക്കാനായിട്ടുണ്ടായിരുന്നു. അവളുടെ അച്ഛൻ ഇപ്പൊ അവളോട് പറയാണ്, ആ ഐലൻഡില് നമ്മുടെ പൂർവികന്മാര് ഒരുപാട് ട്രഷർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നിന്റെ കയ്യിലുള്ള കത്തി എടുത്തിട്ട് എന്റെ തല ഷേവ് ചെയ്യേ. എന്റെ തലയിലാണ് ആ ഒരു മാപ്പ് പച്ച കുത്തി വെച്ചിട്ടുള്ളത്. നീ എങ്ങനെയെങ്കിലും ആ ഒരു ട്രഷർ കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മുടെ കപ്പലിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും തന്നെ അത് തുല്യമായിട്ട് നീ വീതിച്ചു കൊടുക്കണം. ഇതെന്റെ അവസാനത്തെ ആഗ്രഹമാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അധികം സമയം കഴിയുന്നതിന് മുന്നേ അയാളിപ്പോ മരിച്ചു പോകുന്നുണ്ട്. ഈ ഒരു സീൻ കട്ടായിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ കാണുന്നത് ഈ ഒരു സമയത്ത് ജമൈക്കൻ സോൾജേഴ്സിന്റെ ഇടയിലുള്ള ഒരു പാർട്ടി കാണിക്കുകയാണ്. ഒരുപാട് കപ്പിൾസ് അവിടെ ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നാൽ ഒരു ലേഡി മാത്രം കൂടെ ഡാൻസ് ചെയ്യാനായിട്ട് ആരുമില്ലാതെ അങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. ഈ ഒരു സമയത്ത് വില്യം എന്ന് പേരുള്ള ഒരാൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവളോട് പറയാണ്, എന്റെ പേര് വില്യം എന്നാണ്, ഞാനൊരു ഡോക്ടറാണ്, നിന്നെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടല്ലോ, നമുക്ക് ഒരുമിച്ച് ഡാൻസ് ചെയ്തൂടെ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇപ്പൊ അവർ ലേഡിക്കും സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് ഡാൻസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ വില്യം അവളുടെ മുടിയിൽ കുത്തിയിട്ടുണ്ടായിരുന്ന ആ ഒരു ഡയമണ്ട് ക്ലിപ്പ് ഇപ്പൊ നൈസായിട്ട് അടിച്ചു മാറ്റാണ്. ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവളുടെ അടുത്ത് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് പെണ്ണുങ്ങളുടെ അടുത്തും നൈസായിട്ട് ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ അടിച്ചു മാറ്റിയിട്ടുണ്ട്. എന്നാൽ വില്യമിന്റെ ഈ ഒരു കലാപരിപാടികളൊക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്ന ഒരു ഗാർഡ് കാണാണ്. അയാൾ വന്നിട്ട് ഇവനെ കൈയോടെ തന്നെ പൊക്കുന്നുണ്ട്. ഈ ഒരു സമയപ്പത്തേക്കും അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് ലേഡീസ് വന്നിട്ട് എന്റെ മോതിരം കാണുന്നില്ല, എന്റെ മാല കാണുന്നില്ല, എന്റെ അരഞ്ഞാണം കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പരാതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വില്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്നിട്ടുള്ള കാര്യം കഴിഞ്ഞു, ഞാൻ പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നൈസായിട്ട് അവിടെ സ്കിപ്പായി പോകാൻ നോക്കുന്നുണ്ട്. എന്നാൽ ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന
പട്ടാളക്കാർ മുഴുവൻ വന്നിട്ട് അവന്റെ ചുറ്റും വളയാണ്. അങ്ങനെ വില്യം ഇപ്പോ നൈസായിട്ട് പെട്ടിട്ടുണ്ട്. ഇപ്പോ ഒരു ജഡ്ജി അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, നാളെ നമുക്ക് ഇവനെ ലേലത്തിന് വെക്കാം, ഇവനെ അടിമയായിട്ടാരും വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവനെ തൂക്കിലേറ്റാന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഹീറോയിന്റെ അച്ഛന്റെ കപ്പൽ കാണിക്കുകയാണ്. അവളുടെ അച്ഛൻ മരിച്ചിട്ടുള്ള ആ ഒരു വിഷമത്തില് ഹീറോയിനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കപ്പലിൽ വന്നിരുന്നിട്ട് വെള്ളം അടിച്ചിട്ട് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഈ ഒരു സമയത്ത് തന്നെ അവിടേക്ക് ഒരാൾ വരുന്നുണ്ട്. അയാളുടെ പേര് ജോൺ എന്നാണ്. ആശാൻ ഒരു നോവലിസ്റ്റ് ആണ്. ഇതുപോലുള്ള കടൽ കൊള്ളക്കാരുടെ കൂടെയൊക്കെ നടന്നിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ലൈവായിട്ട് മനസ്സിലാക്കിയിട്ട് അത് വെച്ചിട്ട് നോവൽ എഴുതാണ് ഇയാളുടെ പരിപാടി. ജോൺ ഇപ്പൊ അങ്ങോട്ടേക്ക് വന്നിട്ട് നീ എന്തിനാണ് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു സമയത്ത് ഗ്ലാസ് പൂൾ അങ്ങോട്ടേക്ക് വരികയാണ്. അവിടെ ഒരുപാട് തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. നീ ഒന്ന് മുകളിലേക്ക് വന്ന് പറയുന്നുണ്ട്. ഹീറോയിനാണെന്നുണ്ടെങ്കിൽ മേലെ ചെന്ന് നോക്കുകയാണ്. ഈ ഒരു കപ്പലിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും തന്നെ അവിടെ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഹീറോയിന്റെ അച്ഛനാണല്ലോ ഈ ഒരു കപ്പലിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. അയാളിപ്പോ മരിച്ചതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ സ്ഥാനത്ത് ആരുമില്ല. സ്കള്ളി എന്ന് പേരുള്ള ഒരുത്തനുണ്ടായിരുന്നു. അവനിപ്പോ വന്നിട്ട് പറയാണ്, ഇനി മുതൽ ഈ ഒരു കപ്പലിന്റെ ക്യാപ്റ്റൻ ആണ്, അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും കേൾക്കണം എന്ന് പറയുന്നുണ്ട്. ഇയാൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഈ ഒരു കാര്യങ്ങളൊക്കെ കേട്ടിട്ടാണ് നമ്മുടെ ഹീറോയിൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അവളിപ്പോ അവളുടെ അരയിൽ നിന്നും ഒരു മാപ്പ് എടുക്കുന്നുണ്ട്. നോക്കുന്ന സമയത്ത് അവളുടെ അച്ഛൻ മരിച്ചപ്പോ അയാളുടെ തലയിൽ പച്ച കുത്തി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മാപ്പ് അടങ്ങുന്ന സ്കിന്ന് അവള് കട്ട് ചെയ്തെടുത്തോണ്ട് വന്നേക്കാണ്. ഇത് കാണിച്ചിട്ട് ഇപ്പൊ എല്ലാരോടും ഇവള് പറയുന്നുണ്ട്, എന്റെ അച്ഛന്റെ അവസാനത്തെ ആഗ്രഹം അതെനിക്ക് നിറവേറ്റണം. കട്ട് ത്രോട്ട് ഐലൻഡിലേക്ക് പോകാനുള്ള മാപ്പിന്റെ ഒരു പകുതി ഭാഗമാണിത്. അവിടെ ടൺ കണക്കിന് സ്വർണ്ണമാണ് ഞങ്ങളുടെ പൂർവികര് രഹസ്യമായിട്ട് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്. ആ ഗോൾഡ് എടുത്തിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തുല്യമായിട്ട് വീതിക്കണം എന്നായിരുന്നു നിങ്ങളുടെ ക്യാപ്റ്റന്റെ അവസാനത്തെ ആഗ്രഹം. നമ്മളിപ്പോ ഈ ഒരു നിധി തേടി പോവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ സ്കള്ളി പറയാണ്, ഇതിപ്പോ മാപ്പിന്റെ ഒരു ഭാഗം മാത്രമേ ഇല്ലുള്ളൂ, ബാക്കിയുള്ള ഭാഗമൊക്കെ എവിടെയാന്ന് ചോദിക്കുകയാണ്. അവളിപ്പോ പറയുന്നുണ്ട്, എന്റെ അച്ഛന്റെ 2 ബ്രദേഴ്സ് ഉണ്ട്, അവരുടെ കയ്യിലാണ് ബാക്കി 2 ഭാഗമുള്ളതെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഡോങ് ബ്രൗൺ കൂടിയിട്ട് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് മുഴുവനും പേടിയാവണ്. കള്ളി ഇപ്പൊ പറയുന്നുണ്ട്, ബ്രൗൺ ഈ ഒരു ട്രഷർ തെരഞ്ഞ് നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾ നമ്മളെ കൊന്നുകളയും, അതുകൊണ്ട് നമുക്ക് ആ ഒരു കാര്യത്തിന് പോകണ്ടെന്ന് സ്കള്ളി ഇപ്പൊ പറയാണ്. എന്നാലും നമ്മുടെ ഹീറോയിൻ പറയാണ്, ഇനി മുതൽ ഈ ഒരു കപ്പലിന്റെ ക്യാപ്റ്റൻ ഞാനാണ്, ആർക്കെങ്കിലും ആ ഒരു കാര്യത്തിൽ എതിർപ്പുണ്ടോ എന്ന് പറഞ്ഞിട്ട് അവളുടെ അരയിലുണ്ടായിരുന്ന ഒരു കത്തി എടുത്തിട്ട് ഇപ്പോ ആ ഒരു കപ്പലിന്റെ കൊടിമരത്തിലേക്ക് എറിഞ്ഞ് പിടിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ആ ഒരു കത്തി അവിടുന്ന് വലിച്ചു ഊരിയെടുക്കാൻ പറയുന്നുണ്ട്. പക്ഷെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്ന ഒരാൾ പോലും ആ ഒരു കത്തി വലിച്ചൂരാനായിട്ട് തയ്യാറാവുന്നില്ല. സ്കള്ളി ഇപ്പോ ഈ ഒരു മാപ്പിൽ എന്താ എഴുതിയേക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ഇവരത് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അതിൽ ലാറ്റിൻ ഭാഷയിലായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കപ്പലിലുണ്ടായിരുന്ന ആർക്കും ലാറ്റിൻ ഭാഷയൊന്നും അത്ര വശമില്ലായിരുന്നു. ഇപ്പോ ജോണിനെ വിളിച്ചിട്ട് ഈ ഒരു കാര്യമൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അയാൾ നോക്കിയിട്ടും എഴുതി വെച്ച് എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ ജമൈക്കയുടെ ആ ഒരു തീരത്തേക്ക് പോയിട്ട് അവിടുന്ന് ലാറ്റിൻ ഭാഷ അറിയുന്ന ആരെങ്കിലും കണ്ടുപിടിക്കാന്ന് ഇവർ തീരുമാനിക്കുകയാണ്. ഇപ്പൊ ജോണും നമ്മുടെ ഹീറോയും അതുപോലെ തന്നെ വേറെ 2 കൊള്ളക്കാരും കൂടിയിട്ട് വേഷമൊക്കെ മാറിയിട്ട് ജമൈക്കൻ പോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ ജോൺ പറയാണ്, ഈ ഒരു കളിക്ക് ഞാനില്ല, നിങ്ങൾ തന്നെ പോയിട്ട് വന്ന് പറഞ്ഞിട്ട് ജോൺ ഇപ്പൊ പേടിച്ച് തിരിച്ച് കപ്പലിലേക്ക് തന്നെ പോവാണ്. നമ്മുടെ ഹീറോയിന്റെ ടീമില് ഒരു ചെറിയ പയ്യനുണ്ടായിരുന്നു. ഇവിടുത്തെ ജയിലിന്റെ ഉള്ളില് ലാറ്റിൻ അറിയുന്ന ഒരു ഡോക്ടർ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ കൂട്ടിയിട്ട് ഇപ്പൊ ജയിലിന്റെ ഉള്ളിലേക്ക് പോവാണ്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോ നമ്മുടെ വില്യത്തിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാണ്, അതാണ് ഞാൻ പറഞ്ഞ ഡോക്ടർ, അയാൾക്ക് ലാറ്റിൻ അറിയാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വില്യമിനെ ഹീറോയിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഹീറോയിനാണെന്നുണ്ടെങ്കിൽ നേരെ വില്യമിന്റെ അടുത്ത് പോയിട്ട് നിനക്ക് ലാറ്റിൻ അറിയോന്ന് ചോദിക്കുന്നുണ്ട്. അവനിപ്പോ പറയാണ്, ഓ ലാറ്റിനൊക്കെ എനിക്കറിയാം, നിങ്ങൾ എങ്ങനെങ്കിലും ലേലത്തിന് തന്നെ വാങ്ങ്, ഞാൻ നിങ്ങൾക്ക് നല്ലൊരു അടിമയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ അവൻ പറയുന്നുണ്ട്. ഹീറോയിനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചിരിച്ചിട്ട് ഈ അടിമേനെ എനിക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ്. പിറ്റേ ദിവസം രാവിലെ ലേലം നടക്കുന്ന ആ ഒരു സ്ഥലം കാണിക്കുകയാണ്. നോക്കുന്ന സമയത്ത് കുറച്ച് ആളുകളെയും വില്യമിനെയും അവിടെ കൊണ്ട് നിർത്തുന്നുണ്ട്. അങ്ങനെ ലേലം തുടങ്ങുന്നുണ്ട്. ഇപ്പോ ലേലത്തിന് ഒരാളെ അവിടെ കൊണ്ട് നിർത്തുകയാണ്. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ആരും അവനെ വാങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെ അയാളെ ഇപ്പൊ തൂക്കിക്കൊല്ലാനായിട്ട് വിധിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ വില്യമിനാണെന്നുണ്ടെങ്കിൽ നല്ല പേടിയാവുന്നുണ്ട്. ഈ ഒരു സമയത്ത് വില്യമിനെ തന്നെ അടുത്തതായിട്ട് വിളിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ഹീറോയിൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവളിപ്പോ ഒരു സംഖ്യ വിളിക്കുന്നുണ്ട്. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന വേറൊരുത്തനും വില്ലത്തിലെ ലേലത്തിന് എടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളിപ്പോ ഒരുപാട് പൈസ കയറ്റി വിളിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ വിട്ടുകൊടുക്കുന്നുണ്ടായിരുന്നില്ല. അവളും കയറ്റി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും വിട്ടുകൊടുക്കുന്നുണ്ടായിരുന്നില്ല. അയാൾ വീണ്ടും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഒരു കത്തി എടുത്തിട്ട് അവന്റെ ചന്തിക്ക് തന്നെ കൊണ്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഇനി കയറ്റി വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ അങ്ങോട്ട് കയറ്റി തരുന്നു പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അയാൾ പേടിച്ചിട്ട് ഇപ്പൊ മിണ്ടാണ്ടിരിക്കുകയാണ്. ഇപ്പോ അവന് നീ തന്നെ ലേലത്തിൽ എടുത്തോന്ന് പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പോവാണ്. അങ്ങനെ ആ ഒരു ലേലത്തില് നമ്മുടെ ഹീറോയിൻ തന്നെ ജയിക്കുകയാണ്. അങ്ങനെ ഗ്ലാസ് പോളും ഹീറോയിനും കൂടി കൂട്ടിയിട്ട് നമ്മുടെ വില്യത്തിനെ അവിടുന്ന് കൂട്ടിക്കൊണ്ട് പോവാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്ന ഒരു മിലിറ്ററിക്കാരൻ നമ്മുടെ ഹീറോയിനെ മനസ്സിലാവുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഒരു നോട്ടീസ് ബോർഡിൽ വാണ്ടഡ് ലിസ്റ്റ് ആയിട്ട് അവളുടെ ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അയാൾ അകത്തേക്ക് പോയിട്ട് ഒരുപാട് പട്ടാളക്കാരെ കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇത് കണ്ടിട്ട് നമ്മുടെ ഗ്ലാസ് പോളിനെയും ആ ഒരു പയ്യനെ കൂട്ടിയിട്ട് നിങ്ങൾ നേരെ സേഫ് ആയിട്ട് കപ്പലിലേക്ക് പോയിക്കോ, വില്യമിനെ ഞാൻ സേഫ് ആയിട്ട് കപ്പലിലേക്ക് കൂട്ടിക്കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവരെ പറഞ്ഞു വിടുന്നുണ്ട്. എന്നിട്ട് ഇവര് വേറൊരു വഴിക്ക് പോവാണ്. ഇവരുടെ മുന്നിലേക്ക് വന്നിട്ടുള്ള ഒരു പട്ടാളക്കാരന് നമ്മുടെ ഹീറോയിൻ നല്ല പെട കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തില് അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. എന്നാൽ ഇപ്പൊ ആ ഒരു ഭാഗത്തേക്ക് ഒരുപാട് സോൾജേഴ്സ് എത്തിയിട്ടുണ്ട്. അവർ ഇവളുടെ പുറകെ തന്നെ വരികയാണ്. ഇപ്പോ അവളുടെ കയ്യിലുണ്ടായിരുന്ന വാള് വെച്ചിട്ട് എല്ലാരും അടിച്ച് കൂട്ടുന്നുണ്ട്. അവിടെ തൊട്ടടുത്തായിട്ട് ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ലിഫ്റ്റ് പോലെ കയറിങ്ങനെ കെട്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹീറോയിന്റെ അടുത്ത് ഇപ്പൊ ആ ഒരു കയറിലേക്ക് പിടിക്കാൻ പറഞ്ഞിട്ട് അവളും ആ ഒരു കയറിൽ പിടിച്ചിട്ട് അതിന്റെ അറ്റം കട്ട് ചെയ്യാണ്. ഇപ്പോ ആ ഒരു കയറിൽ തൂങ്ങിയിട്ട് ഇവർ ഈ ഒരു ബിൽഡിങ്ങിന്റെ ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട്. ഇവള് കാണിച്ചു കൂട്ടുന്ന ഈ ഒരു പരിപാടിയൊക്കെ കണ്ടിട്ട് നമ്മുടെ വില്യമിനാണെന്നുണ്ടെങ്കിൽ നല്ല ഷോക്ക് ആവുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ താഴെ ഉണ്ടായിരുന്ന
ഒരുപാട് സോൾജേഴ്സ് ഇവരുടെ നേരെ ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വില്യത്തിനെ ഈ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിടുന്നുണ്ട്. എന്നിട്ട് അവളും താഴേക്ക് ചാടുകയാണ്. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ബിൽഡിംഗ് പണിയാൻ കെട്ടിവെച്ചിട്ടുള്ള ആ ഒരു സ്ട്രക്ചറിന്റെ മുകളിൽ കൂടി ഇവർ ഉരുണ്ട് താഴെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ സോൾജേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു മതിലിൽ അപ്പുറമാണുള്ളത്. അതുകൊണ്ട് തന്നെ അവർ വെടിവെക്കുന്നൊന്നും ഈ ഒരു ഭാഗത്തേക്ക് എത്തുന്നില്ല. ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാള് ഒരു കുതിരവണ്ടിന്റെ മുകളിൽ അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ ഹീറോയിൻ ഓടി വന്നിട്ട് കുതിരവണ്ടിന്റെ മുകളിൽ ഇരിക്കുന്നവനെ പിടിച്ച് താഴേക്ക് ഇടുകയാണ്. എന്നിട്ട് അവൾ ഓടിപ്പോയിട്ട് ഈ ഒരു കുതിരവണ്ടിന്റെ മുകളിലോട്ട് കയറുന്നുണ്ട്. ഇപ്പൊ വില്യമിനെയും ആ ഒരു കുതിരവണ്ടിയിൽ കയറ്റിയിട്ട് നമുക്ക് എങ്ങനെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു കുതിരവണ്ടി എടുത്ത് അവിടുന്ന് പോവുകയാണ്. എന്നാൽ അവിടെ ബിൽഡിങ്ങിന്റെ മുകളിൽ ഉണ്ടായിരുന്ന 1-2 സോൾജേഴ്സ് ഈ ഒരു കുതിരവണ്ടിന്റെ മുകളിലേക്ക് ചാടി കയറുകയാണ്. നമ്മുടെ ഹീറോയിൻ ഇപ്പോ കുതിരവണ്ടിന്റെ കൺട്രോള് വില്യമിനെ ഏൽപ്പിച്ചിട്ട് ഞാനിപ്പോ വരാന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ബാക്ക് സൈഡിലേക്ക് പോയിട്ട് ആ ഒരു സോൾജേഴ്സുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു കുതിരവണ്ടിന്റെ മുകളിലേക്ക് ചാടി കയറി വന്നിട്ടുണ്ടായിരുന്ന എല്ലാ സോൾജേഴ്സിനെയും അവൾ അടിച്ച് പരിപ്പാക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ ഈ കുതിരവണ്ടി ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് നേരെ കയറി പോവുകയാണ്. അതിന്റെ ആ ഒരു ആർച്ച പോലത്തെ പോർഷൻ ഇവരെ തലയിൽ ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഹീറോയിനോട് കുനിയാനായിട്ട് വില്യം പറയുന്നുണ്ട്. എന്നാൽ കൃത്യമായിട്ടുള്ള സമയത്ത് അവൾക്ക് കുനിയാനായിട്ട് പറ്റാത്തതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെയോ ചാടിയിട്ട് ആ ഒരു ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് അവൾ കയറുന്നുണ്ട്. ഇപ്പൊ ആ ഒരു സോൾജേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ബിൽഡിങ്ങിന്റെ മുകളിൽ പോയി ഇടിച്ചിട്ട് നിലത്തേക്ക് തെറിച്ച് വീഴാണ്. വില്യം ഈ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കൂടെ കുതിരവണ്ടി ഇങ്ങനെ ഓടിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഓടിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവളിപ്പോ ഈ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ ഉണ്ടായിരുന്ന ഒരു റൂമിന്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് ആൾക്കാർ തട്ടി മാറ്റിയിട്ട് ജനൽ വഴി പുറത്തേക്ക് ചാടുകയാണ്. ആ ഒരു സമയപ്പോഴത്തേക്കും വില്യം കൃത്യമായിട്ട് കുതിരവണ്ടി ഓടിച്ചിട്ട് ഇവള് ചാടുന്ന ആ ഒരു ഭാഗത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് പരിപാടികൾ കാണിച്ചിട്ട് ഇവർ ഈ ഒരു ഹാർബർ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ജമൈക്കയുടെ കപ്പൽപ്പടയ്ക്ക് അറിയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കപ്പലുണ്ടായിരുന്ന പീരങ്കി ഈ ഒരു ഭാഗത്തേക്ക് തിരിച്ചിട്ട് ഇവര് കുതിരവണ്ടിക്ക് പോകുന്ന ആ ഒരു ഭാഗത്തേക്ക് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ഭാഗം മുഴുവനും ഇങ്ങനെ പൊട്ടി തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു കുതിരവണ്ടി നൈസായിട്ട് ഇതിന്റെ ഇടയിൽ കൂടെയൊക്കെ ഓടിച്ചിട്ട് ഇവരെങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് പോരുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ ഇവർ എസ്കേപ്പ് ആയിട്ട് ആ ഒരു ഭാഗത്ത് നിന്ന് പോവാണ്. അപ്പത്തേക്കും നമ്മുടെ ഗ്ലാസ് പൂളും ആ ഒരു പയ്യനും കൂടി അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഇവരെല്ലാരും കൂടി ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ വില്യമിന് ആ ഒരു മാപ്പ് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലെന്താ ലാറ്റിനിൽ എഴുതിയിട്ടുള്ളത് അതൊന്നും എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാൻ പറയുന്നുണ്ട്. ഇപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ വില്യം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇതിനകത്ത് കുറച്ച് നമ്പേഴ്സ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് എന്തിനാണ് അതിനകത്ത് എഴുതി വെച്ചിട്ടുള്ളതെന്ന് മാത്രം ഇവർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു സമയത്ത് നമ്മുടെ വില്യമിനാണെന്നുണ്ടെങ്കിൽ ഇതൊരു ട്രഷറിലേക്കുള്ള മാപ്പാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ട്രഷർ അടിച്ചു മാറ്റാനുള്ള ചെറിയൊരു പ്ലാൻ നമ്മുടെ വില്യം മനസ്സിലെങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ നോവലിസ്റ്റ് ആയിട്ടുള്ള ജോണിനെ ജമൈക്കൻ സോൾജേഴ്സ് പിടിച്ചിട്ടുണ്ടായിരുന്നു. അവരിപ്പോ അവനോട് പറയാണ് കൃത്യമായിട്ട് ആ ഒരു കടൽ കൊള്ളക്കാർ എവിടെയാന്നുള്ളത് നിനക്ക് നന്നായിട്ട് അറിയാം. അവരെ നീ കാണിച്ചു തന്നിട്ടില്ലാന്നുണ്ടെങ്കിൽ നിന്നെ തൂക്കിലേറ്റെന്ന് പറയാണ്. ഇപ്പൊ വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് തന്നെ ജോണും അതിന് സമ്മതിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഹീറോയിനും ടീമും ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു മാർക്കറ്റിലേക്ക് പോവാണ്. അവൾ വന്നിട്ടുള്ളത് അവളുടെ അച്ഛന്റെ മൂത്ത സഹോദരനെ കാണാനായിട്ടാണ്. അയാളുടെ കയ്യിലും ഈ ഒരു മാപ്പിന്റെ പകുതി ഉണ്ടല്ലോ, അപ്പൊ അത് വാങ്ങാനായിട്ടാണ് ഇവൾ അങ്ങോട്ടേക്ക് വന്നത്. അയാളും ഒരു കടൽ കൊള്ളക്കാരനാണ്. അയാളുടെ കയ്യിൽ നിന്ന് ആ ഒരു മാപ്പ് അടിച്ചു മാറ്റാൻ തന്നെയാണ് നമ്മുടെ ഹീറോയിൻ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ഇപ്പോ ഹീറോയിൻ ഈ ഒരു ഭാഗത്തേക്ക് വന്നത് ഇവളുടെ അച്ഛന്റെ ബ്രദർ ആയിട്ടുള്ള ഡോങ് ബ്രൗൺ ഉണ്ടല്ലോ, അയാളുടെ ഒരാൾ കാണാണ്. ഇപ്പൊ നമ്മുടെ ഹീറോയിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു കോൾ ഗേളിനെ പോയി കാണുന്നുണ്ട്. എന്നിട്ട് അവളുടെ ഡ്രസ്സ് വാങ്ങിയിട്ടിട്ട് ഇപ്പൊ നേരെ ഇവളുടെ വല്യച്ഛനെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. വല്യപ്പനാണെന്നുണ്ടെങ്കിൽ മോർഗൻ നീയാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറഞ്ഞിട്ട് ഇവളെ കണ്ട പാടെ തന്നെ ഷോക്ക് ആവാണ്. നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ അവളുടെ കാലില് ഒരു ഗണ്ണ് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആ ഒരു ഗണ്ണ് പുറത്തെടുത്തിട്ട് മര്യാദയ്ക്ക് ആ ഒരു മാപ്പ് എന്റെ കയ്യിലേക്ക് തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല. അതെല്ലാം വിളച്ചിലെടുക്കാനുള്ള പരിപാടിയാണെങ്കിൽ വല്യച്ഛനാണെന്ന് ഞാൻ നോക്കില്ല, തലയിൽ ഒരു ഓട്ട എടുത്ത് പറയാണ്. എന്നാൽ ഈ സമയത്ത് ഇവളുടെ വല്യച്ഛന്റെ ടീമിലുണ്ടായിരുന്ന ഒരാള് ഒരു ചങ്ങല എടുത്തിട്ട് അവളുടെ കഴുത്തിലേക്ക് ഇട്ട് വലിക്കുകയാണ്. അവൾ നിന്നിട്ടുണ്ടായിരുന്നത് 2ാം നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ചങ്ങല കഴുത്തിലിട്ട് വലിച്ചു കഴിഞ്ഞപ്പോ ഈ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് അവൾ താഴേക്ക് വീഴാണ്. അവളുടെ കയ്യിലുണ്ടായിരുന്ന തോക്കും ഇപ്പൊ നിലത്തേക്ക് വീണ് പോവാണ്. എന്നാൽ ഈ ഒരു സമയപ്പത്തേക്കും നമ്മുടെ വില്ലനായിട്ടുള്ള ഡോങ് ബ്രൗണും അവന്റെ ആൾക്കാരും കൂടിയിട്ട് ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇയാളെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ നമ്മുടെ ഹീറോയിന് നല്ല ഷോക്കാവാണ്. ബ്രൗൺ ആണെന്നുണ്ടെങ്കിൽ നേരെ വന്നിട്ട് അവളുടെ കഴുത്തിലേക്ക് പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ് നിന്റെ അച്ഛൻ ആ ഒരു മാപ്പ് തീർച്ചയായിട്ടും നിനക്ക് തന്നിട്ടുണ്ടാവും, മര്യാദയ്ക്ക് ആ ഒരു മാപ്പ് എന്റെ കയ്യിലേക്ക് തന്നോന്ന് പറയാണ്. ഇപ്പൊ നമ്മുടെ വില്യമിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ എന്താ ചെയ്യാന്നറിയാതെ അവിടെ തന്നെ അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോ വില്ലന്റെ ടീമിലുള്ള ഒരാള് അവിടേക്ക് വെള്ളം കുടിക്കാനായിട്ട് ഒരു ബാരൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. നമ്മുടെ വില്യം ആണെന്നുണ്ടെങ്കിൽ അയാളുടെ അരയിൽ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഗൺ പൗഡറിന്റെ പൗച്ച് മെല്ലെ തുറന്നു വിടുകയാണ്. വെടിമരുന്ന് ഇപ്പൊ മെല്ലെ മെല്ലെ താഴേക്ക് വീഴാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇയാൾ പോകുന്ന ഭാഗത്ത് മുഴുവനും ഈ ഒരു ഗൺ പൗഡർ ഇങ്ങനെ പരക്കുകയാണ്. ഇപ്പൊ നമ്മുടെ വില്ലനായിട്ടുള്ള ബ്രൗണിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ബാരൽ തുറന്നിട്ട് അതിന്റെ അകത്ത് ഒരു ഇലക്ട്രിക് വെയിലിനെ പുറത്തെടുക്കുകയാണ്. എന്നിട്ട് ഇപ്പോ നമ്മുടെ ഹീറോയിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. മര്യാദയ്ക്ക് ആ ഒരു മാപ്പ് എനിക്ക് തന്നോ, അല്ലാന്നുണ്ടെങ്കിൽ ചാവാർ അടിയിക്കുമെന്ന് പറയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ ഹീറോയിന്റെ ടീമിലുണ്ടായിരുന്ന ആ ഒരു പയ്യനുണ്ടല്ലോ, അവനിപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു മെഴുകുതിരി എടുത്തിട്ട് നമ്മുടെ വില്യമിന് കൊടുക്കുന്നുണ്ട്. വില്യം ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെഴുകുതിരി നിലത്ത് കിടക്കുന്ന ആ ഒരു വെടിമരുന്നിന്റെ മുകളിലേക്ക് ഇടുകയാണ്. പിന്നെ പറയണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് ഒരു ബ്ലാസ്റ്റ് അവിടെ നടക്കുന്നുണ്ട്. ഈ ഒരു എക്സ്പ്ലോഷൻ സംഭവിച്ചിട്ട് വില്ലന്റെ ആൾക്കാരെ ശ്രദ്ധ മാറിയ ആ ഒരു സമയത്ത് നമ്മുടെ ഗ്ലാസ് പൂളും ഹീറോയിനും എല്ലാവരും കൂടിയിട്ട് വില്ലന്റെ ആൾക്കാരെ അടിച്ച് കൂട്ടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിനിടയിൽ വില്ലനാണെന്നുണ്ടെങ്കിൽ നേരെ പോയിട്ട് അയാളുടെ ഏട്ടനെ പിടിക്കുന്നുണ്ട്. എന്നിട്ട് അയാളുടെ കയ്യിലുള്ള ആ ഒരു മാപ്പ് വാങ്ങാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രൗണിന്റെ കത്തി എടുത്തിട്ട് അയാളുടെ ഏട്ടന്റെ വയറിന്റെ ആ ഒരു ഭാഗത്തേക്ക് വെച്ചിട്ടാണ് ഇവൻ ചോദിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അവിടേക്ക് ഓടി വന്നിട്ടുണ്ടായിരുന്ന ഒരാള് ഇവന്റെ കൈ തട്ടുന്നതുകൊണ്ട് തന്നെ ആ ഒരു കത്തി ബ്രൗണിന്റെ ഏട്ടന്റെ വയറിലേക്ക് തന്നെ കയറി
കയറി പോവാണ്. ഇപ്പോ നമ്മുടെ വില്ലനാണെന്നുണ്ടെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. അവൻ പറയാണ്, നീ കാരണം ഞാൻ എന്റെ ഏട്ടനെ കുത്തി കൊന്നടാ എന്ന് പറഞ്ഞിട്ട് അവനെ വെട്ടിക്കൊല്ലുകയാണ്. ഹീറോയിനാണെന്നുണ്ടെങ്കിൽ അവിടെ ഹൈറ്റ് കൂടി ഒരു ഭാഗത്ത് നിന്നിട്ട് അതിലെ വരുന്നവനെയും പോകുന്നവനൊക്കെ എടുത്തിട്ട് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. വില്യമാണെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ ഹീറോയിന്റെ വെല്ലിച്ചിന്റെ അടുത്ത് പോയിട്ട് അയാളുടെ ശരീരം മുഴുവനായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോ അയാളുടെ കയ്യിലുള്ള മാപ്പ് നമ്മുടെ വില്യമിന് കിട്ടുകയാണ്. അവന് ഈ ഒരു മാപ്പ് കിട്ടിയ കാര്യം ആരോടും പറയാതെ അവന്റെ ഡ്രസ്സിന്റെ ഉള്ളിൽ തന്നെ ഒളിപ്പിച്ച് വെക്കുകയാണ്. ഇപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു വിളക്കിന്റെ മുകളിലേക്ക് നമ്മുടെ ഹീറോയിൻ ചാടി കയറുന്നുണ്ട്. എന്നിട്ട് അതിൽ സ്വിങ് ചെയ്തിട്ട് ഇപ്പൊ രണ്ടാമത്തെ ഫ്ലോറിന്റെ മുകളിലേക്ക് നമ്മുടെ ഹീറോയിൻ വന്ന് ചാടുകയാണ്. ഈ ഒരു ബിൽഡിങ്ങിന്റെ താഴെ നിൽക്കുന്നുണ്ടായിരുന്ന ബ്രൗണ് അവന്റെ ഗൺ എടുത്തിട്ട് നമ്മുടെ ഹീറോയിനെ ഷൂട്ട് ചെയ്യാണ്. എന്നാൽ ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ വില്യം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വില്യമും ഗ്ലാസ് ബോളും കൂടി കൂടിയിട്ട് അവളെ കവർ ചെയ്തിട്ട് ഈ ഒരു ബിൽഡിങ്ങിന്റെ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ ഇവർ പുറത്തേക്ക് പോകുന്നതിന്റെ ഇടയിൽ അവിടെ ഒരു ബോർഡ് കാണാണ്. നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അതിലും ഒരുപാട് നമ്പേഴ്സ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഹീറോയിന് ഒരു കാര്യം മനസ്സിലാവുന്നത്. ആ ഒരു നമ്പേഴ്സ് ലൊക്കേഷൻ ആണ്. ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു നമ്പർ ആണ് അത് എന്നുള്ളത് നമ്മുടെ ഹീറോയിൻ മനസ്സിലാക്കുകയാണ്. ഇപ്പൊ ഇവരെല്ലാരും കൂടിയിട്ട് ബ്രൗണിന്റെ ടീമിന്റെ അടുത്ത് രക്ഷപ്പെട്ട് പോവാണ്. അങ്ങനെ ഒരു വിധത്തില് കടലിലുണ്ടായിരുന്ന നമ്മുടെ ഹീറോയിന്റെ കപ്പലിൽ എത്തിയിട്ടുണ്ട്. പൈററ്റ്സിന്റെ കൊടിയും പറത്തിയിട്ട് നേരെ നടുക്കടലിലേക്ക് പോകുന്നുണ്ട്. നമ്മളിപ്പോ വില്യമിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ ഈ ഒരു കപ്പൽ മുഴുവൻ ചുറ്റി നടന്ന് കാണുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ബ്രൗൺ ആണെന്നുണ്ടെങ്കിൽ നേരെ അയാളുടെ കപ്പലിലേക്ക് വന്ന് കയറിയേക്കാണ്. നങ്കൂരം വലിച്ചു കയറ്റ്, പായകളുടെ കെട്ടഴിച്ചുവിട്, എത്രയും വേഗം നമുക്ക് ഇവിടുന്ന് പോകണമെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് അവന്റെ ടീമിലുണ്ടായിരുന്ന ഒരുത്തം പറയാണ്, നമുക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒന്നും കയറ്റി കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ മുഴുവൻ സാധനങ്ങളും കയറ്റിട്ട് ഇവിടുന്ന് പോയാൽ പറയുന്നത് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ബ്രൗൺ ആണെന്നുണ്ടെങ്കിൽ ഇത് കേട്ടിട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട്. അയാളുടെ കയ്യിലുണ്ടായിരുന്ന കണ്ടെടുത്തിട്ട് അവനെ വെടിവെച്ച് കൊല്ലുകയാണ്. എപ്പോ നോക്കിയാലും തീറ്റയുടെ കാര്യം മാത്രമേ വിചാരമുള്ളൂ. ഇനി ആരെങ്കിലും ഇമ്മാതിരി വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതേ ഗതിയായിരിക്കും വരാൻ പോകുന്നേ, അതുകൊണ്ട് മര്യാദയ്ക്ക് പണിയെടുത്തു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന നങ്കൂരത്തിന്റെ കയറ് കട്ട് ചെയ്ത് വിടുകയാണ്. അങ്ങനെ വില്ലന്റെ കപ്പല് ഇപ്പൊ അതിവേഗം ആ ഒരു ഭാഗത്ത് നിന്ന് പോവാണ്. ഇപ്പൊ നമ്മൾ ഹീറോയിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവളുടെ കപ്പലിലുണ്ടായിരുന്ന ആ ഒരു റൂമിൽ നിന്നിട്ട് ഒരു വലിയ മാപ്പ് എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനകത്ത് ഈ പറഞ്ഞിട്ടുള്ള ആ ഒരു ലൊക്കേഷൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു നമ്പർ വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു കട്ട് ത്രോട്ട് ഐലൻഡിന്റെ ലൊക്കേഷൻ എവിടെയാന്നുള്ളത് അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. അവളിപ്പോ ആ ഒരു മാപ്പ് എടുത്തിട്ട് കപ്പൽ തട്ടിലേക്ക് ഓടിക്കേറി വരുന്നുണ്ട്. ഇപ്പൊ എല്ലാവരോടും ആ ഒരു കാര്യം പറയാണ്, നമുക്ക് ഈ ഒരു ഭാഗത്തേക്കാണ് പോകേണ്ടത് എന്നൊക്കെ ഇങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ അവൾ അവിടെ തലകറങ്ങി വീഴാണ്. ആ ഒരു ഫൈറ്റ് നടക്കുന്ന സമയത്ത് ഇവൾക്ക് വെടികൊണ്ടിട്ടുണ്ടായിരുന്നില്ലേ, അതുകൊണ്ടാണ് ഇപ്പൊ അവൾ ബോധം കെട്ട് വീണത്. ഇപ്പൊ ഗ്ലാസ് ബോളും മറ്റുള്ളവരും കൂടി കൂടിയിട്ട് അവളെ എടുത്ത് ഈ ഒരു കപ്പലിന്റെ അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ടൊരു കത്തി നല്ല രീതിയിൽ ചൂടാക്കിയിട്ട് ഇവളുടെ ആ ഒരു മുറിവുള്ള ഭാഗത്തേക്ക് വെക്കുകയാണ്. ഈ ഒരു സമയത്ത് വില്യം അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് ഇവരെ തടയുന്നുണ്ട്. നിങ്ങൾ എന്താ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അവളുടെ ശരീരത്തിനുള്ളിൽ ഒരു ബുള്ളറ്റ് ഇരിക്കുന്നുണ്ട്. ആ ഒരു ബുള്ളറ്റ് പുറത്തെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് സെപ്റ്റിക് ആവും. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആൾക്കാരെയും അവിടുന്ന് പുറത്തേക്ക് ഇറക്കി വിടുകയാണ്. നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഡോക്ടറാണെന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, അവനിപ്പോ ഈ ഒരു മുറിവിന്റെ ഉള്ളിൽ നിന്ന് ആ ഒരു ബുള്ളറ്റ് ഒക്കെ പുറത്തെടുക്കുകയാണ്. ഈ ഒരു സമയത്ത് ഇവര് തമ്മിൽ എന്തോ ഒരു ഫീലിംഗ്സ് ഒക്കെ വർക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അവർ അവിടെ വെച്ച് തന്നെ കിസ് ചെയ്യാണ്. ഇതേ സമയത്ത് നമ്മുടെ വില്ലനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബൈനോക്കുലർ വഴി നമ്മുടെ ഹീറോയിന്റെ കപ്പലിലേക്ക് നോക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നാളെ രാത്രി ഒന്നും ആയിക്കോട്ടെ എല്ലാണത്തിനും തീർക്കാന്ന് പറയുന്നുണ്ട്. അന്നത്തെ രാത്രിയാണെന്നുണ്ടെങ്കിൽ കടൽ ഭയങ്കര അഗ്രസീവ് ആയിരുന്നു. ഇപ്പൊ നമ്മുടെ വില്യമിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവനിപ്പോ നൈസ് ആയിട്ട് ആ ഒരു മാപ്പ് ഇരിക്കുന്ന റൂമിലേക്ക് വന്നിട്ടുണ്ട്. വെല്ലിച്ചന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മാപ്പ് ഇവനല്ല അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു മാപ്പും നമ്മുടെ ഹീറോയിന്റെ മാപ്പും വെച്ച് നോക്കിയിട്ട് ഈ ഒരു ലൊക്കേഷൻ എവിടെയാന്നുള്ളത് അവൻ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. കട്ട് ത്രോട്ട് ഐലൻഡ് ഇവിടെയാണുള്ളത്. ആ ഒരു ട്രഷർ മുഴുവനും എനിക്ക് സ്വന്തമാകാൻ പോവാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാൻ തുടങ്ങുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ അവന്റെ തൊട്ട് ബാക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിൻ ഗണ്ണ് അവന്റെ നേരെ തന്നെ ചൂണ്ടി അങ്ങനെ നിൽക്കുന്നുണ്ട്. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു നീ എന്തോ ഒരു കാര്യം എന്റെ അടുത്ത് വിളിക്കുന്നുണ്ട് എന്നുള്ളത്. ഇപ്പൊ അവള് ആ ഒരു മാപ്പ് അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിയെടുക്കുന്നുണ്ട്. ഇപ്പൊ രണ്ട് മാപ്പും വെച്ചിട്ട് അവളും കൃത്യമായിട്ടുള്ള ആ ഒരു ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നുണ്ട്. എന്നിട്ട് വില്യമിനെ കൂട്ടിയിട്ട് ഇപ്പൊ പുറത്തേക്ക് വരാണ്. ഇപ്പൊ അവളുടെ ആൾക്കാരോട് അവനെ കെട്ടിവെക്കാൻ പറയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ ജോണിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കപ്പലിൽ ബിസി ആയിട്ടുണ്ടായിരുന്ന ഒരു സമയം നോക്കിയിട്ട് ഈ ഒരു റൂമിന്റെ ഉള്ളിൽ കയറിയിട്ട് ട്രഷർ ഇരിക്കുന്ന എക്സാക്ട് ആയിട്ടുള്ള ലൊക്കേഷൻ മനസ്സിലാക്കിയിട്ട് ആ ഒരു മിലിറ്ററി ഓഫീസേഴ്സിന് അയച്ചു കൊടുക്കുന്നുണ്ട്. ഇവരുടെ കപ്പല് കട്ട് ത്രോട്ട് ഐലൻഡിലേക്ക് അടുക്കും തോറും കടല് കൂടുതൽ അഗ്രസീവായി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹീറോയിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവനെ കപ്പൽ തട്ടിൽ കെട്ടിവെച്ചിരിക്കുന്നില്ലേ, അവനിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ആടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു കപ്പല് മുഴുവനായിട്ട് നല്ല രീതിയിൽ തന്നെ ഇളകി മറിയാണ്. ഇപ്പൊ തിരമാലകളൊക്കെ അടിച്ച് കയറി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഹീറോയിന്റെ ടീമിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇനിയും മുന്നോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാരും മരിച്ചു പോകുന്നെന്ന് പറയാണ്. ഹീറോയിനാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നുമില്ല, ഇനി അധികം ദൂരം പോകാനില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ കുറച്ചുപേരൊക്കെ ഹീറോയിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും ഒരുപാട് ആൾക്കാർ ഹീറോയിനെ എതിർത്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ക്യാപ്റ്റൻ ആവാനായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു സ്കള്ളി ഉണ്ടല്ലോ, അവൻ ഈ ഒരു സിറ്റുവേഷൻ നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹീറോയിനെ എതിർത്ത് നിന്ന ആൾക്കാരെ മുഴുവനും അവൻ അവന്റെ സൈഡിലേക്ക് കൂട്ടുകയാണ്. എന്നിട്ട് ഗോൾഡിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ജീവൻ കളയാനൊന്നും പറ്റൂല, അതുകൊണ്ട് തന്നെ ആ ഒരു ഗോൾഡ് തെരഞ്ഞു പോകുന്ന ആൾക്കാര് ബോട്ട് എടുത്തിട്ട് പോയിക്കോന്ന് പറഞ്ഞിട്ട് ഗൺ പോയിന്റിൽ നിർത്തിയിട്ട് നമ്മുടെ ഹീറോയിനും അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന എല്ലാരെയും ആ ഒരു ബോട്ട് കയറ്റിയിട്ട് താഴേക്ക് ഇറക്കി വിടുകയാണ്. ഈ ഒരു സമയത്ത് വില്യംസ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന കെട്ടൊക്കെ അഴിക്കുന്നുണ്ട്. ഇപ്പൊ വന്നു നോക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിനെയും ടീമിനെയും താഴേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു. നിക്ക് ഞാനും വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവനിപ്പോ ആ ഒരു കപ്പലിന്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടുകയാണ്. കടൽ ഭയങ്കര അഗ്രസീവ് ആയതുകൊണ്ട് തന്നെ ഇവൻ പറയുന്ന കാര്യമൊന്നും അവിടെ ആരും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവരിപ്പോ ആ ഒരു തോണിയായിട്ട് മുന്നോട്ടേക്ക് പോവാണ്. വില്യമാണെന്നുണ്ടെങ്കിൽ കടലിലേക്ക് വന്ന് ചാടിയിട്ടും ഉണ്ടായിരുന്നു. ഹീറോയിന്റെ ടീമാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ആ ഒരു ദ്വീപിന്റെ അടുത്തേക്ക് ഇവരുടെ ഈ ഒരു തോണി എത്തിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും കടലിന്റെ കണ്ടീഷൻ ഇതായതുകൊണ്ട്
ആയതുകൊണ്ട് തന്നെ അവർക്ക് അതിന് പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ വലിയൊരു തീരുമാനം അടിച്ചിട്ട് ഇവരുടെ ഈ ഒരു ബോട്ട് തന്നെ അടിച്ചു നുറുങ്ങി പോവാണ്. ഇപ്പൊ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും തകർന്നു പോയിട്ടുള്ള ആ ഒരു ബോട്ടിന്റെ പലകയുടെ മുകളിൽ പിടിച്ചിട്ട് വെള്ളത്തിൽ അങ്ങനെ കിടക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ അവള് ചുറ്റും നോക്കുന്ന സമയത്ത് ഇവർ നിൽക്കുന്ന ആ ഒരു ഭാഗത്തായിട്ട് തന്നെ വലിയൊരു ഐലൻഡ് കാണുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഇവൾക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. ഇതാണ് നമ്മൾ അന്വേഷിച്ചു വന്നിട്ടുള്ള ആ ഒരു കട്ട് ത്രോട്ട് ഐലൻഡ് എന്നുള്ളത് അവളിപ്പോ ഉറക്കെ വിളിച്ച് പറയാണ്. അങ്ങനെ ഒരു വിധത്തില് നമ്മൾ ഇവിടെ എത്തിച്ചേരുക തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോ എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട്. അവരിപ്പോ നീന്തിയിട്ട് കരക്ക് കയറുകയാണ്. ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ആ 2 മാപ്പും വെച്ചിട്ട് ഈ ഒരു മാപ്പിന്റെ ലൊക്കേഷൻ കറക്റ്റ് ആണെന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മാപ്പിലുള്ള എല്ലാ കാര്യങ്ങളും ഇവർ വന്നിറങ്ങിയിട്ടുള്ള ഈ ഒരു ദ്വീപിലുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? ഇത് തന്നെയാണ് കട്ട് ത്രോട്ട് ഐലൻഡ് എന്ന് പറഞ്ഞിട്ട് ഇവളത് കൺഫേം ചെയ്യാണ്. പക്ഷെ ഈ ഒരു 2 മാപ്പിലും ആ ഒരു ട്രഷർ വെച്ചിട്ടുള്ള ആ ഒരു ലൊക്കേഷൻ ഉണ്ടായിരുന്നില്ല. ആ ഒരു ഭാഗം നമ്മുടെ വില്ലനായിട്ടുള്ള ബ്രൗണിന്റെ കയ്യിലാണുള്ളത്. എന്നാലും നമ്മുടെ ഹീറോയിനും അവളുടെ ടീമും കൂടിയിട്ട് കാടിന്റെ ഉള്ളിലൊക്കെ പോയിട്ട് ഒരു ഏകദേശം രൂപം വെച്ചിട്ട് ആ ഒരു ഭാഗം മുഴുവൻ ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയപ്പോഴത്തേക്കും നമ്മുടെ വില്ലൻ ഈ ഒരു ദ്വീപിലേക്ക് എത്തിയിട്ടുണ്ട്. ഹീറോയിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു സ്കള്ളിയില്ലേ, അവനും വില്ലനും കൂടിയിട്ട് ഇപ്പൊ ഒന്നായിട്ടുണ്ട്. ഈ ഒരു കാര്യമൊക്കെ നമ്മുടെ ഹീറോയിൻ ഒരു ബൈനോക്കുലർ വെച്ച് കാണുന്നുണ്ടായിരുന്നു. അവള് നല്ല രീതിയിൽ ഷോക്കാവാണ്. ഇപ്പൊ സ്കള്ളിനെയും വില്ലന്റെ ടീംസിനെയും കൂട്ടിയിട്ട് ഈ ഒരു ഐലൻഡിന്റെ ഉള്ളിലേക്ക് വില്ലൻ വരികയാണ്. ആ ഒരു ഭാഗം മുഴുവനും ഇവർക്ക് വേണ്ടിയിട്ട് അരിച്ചു പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ രാത്രിയായിട്ടുണ്ട്. വില്ലന്റെ ടീം ചെറിയൊരു ക്യാമ്പൊക്കെ സെറ്റ് ചെയ്തിട്ട് ആ ഒരു ഐലൻഡിൽ തന്നെ അന്ന് കൂടുകയാണ്. ഇപ്പോ എല്ലാവരും അവിടെ തന്നെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. വില്ലനാണെങ്കിൽ അയാളുടെ കയ്യിലുണ്ടായിരുന്ന മാപ്പ് ഒരു ചരടിൽ കോർത്ത് കഴുത്തിലിട്ടേക്കായിരുന്നു. ഇപ്പോ ആരോ വന്നിട്ട് അത് കട്ട് ചെയ്തെടുത്തോണ്ട് പോകുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ ഒരു സ്പൈഡർ ഇപ്പൊ വില്ലന്റെ കഴുത്തിലേക്ക് വീഴാണ്. അയാളിപ്പോ ആ ഒരു ഭാഗമൊക്കെ ഇങ്ങനെ ചൊറിയുന്നുണ്ട്. ആ ഒരു സമയത്താണ് അവന്റെ കഴുത്തിലുണ്ടായിരുന്ന മാപ്പ് മിസ്സായി എന്നുള്ള കാര്യം നമ്മുടെ ബ്രൗണിന് മനസ്സിലാവുന്നത്. ഇപ്പൊ വില്ലൻ വിചാരിച്ചത് ഹീറോയിനാണ് ആ ഒരു മാപ്പ് അടിച്ചു മാറ്റിയെന്ന് വിചാരിച്ചിട്ട് ആ ഒരു കാട് മുഴുവനും അവളെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ഒരു മാപ്പ് അടിച്ചു മാറ്റിയത് വേറെ ആരും അല്ലായിരുന്നു, അത് നമ്മുടെ വില്യം തന്നെയായിരുന്നു. ഇപ്പൊ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ഹീറോയിനും ടീമും കൂടിയിട്ട് വീണ്ടും ആ ഒരു കാട് മുഴുവൻ തെരയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്ത് നിന്നും എന്നെ രക്ഷിക്കുന്നു പറഞ്ഞിട്ട് ആരോ കിടന്ന് ഒച്ച ഉണ്ടാക്കുന്നത് അവർ കേൾക്കുകയാണ്. ഇപ്പൊ അവര് ആ ഒരു ഭാഗത്തേക്ക് പോയി നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ വില്യം ഒരു ചതുപ്പിൽ അങ്ങനെ വീണ് കിടക്കായിരുന്നു. അവൻ മെല്ലെ മെല്ലെ ഇങ്ങനെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോയിൻ പറയാണ്, ആഹാ, നീ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ഇവിടെ ഒന്ന് പെട്ടത്? നീ മിക്കവാറും ബ്രൗണിന്റെ കയ്യിൽ നിന്ന് ആ ഒരു മാപ്പ് അടിച്ചു മാറ്റിയിട്ടുണ്ടാവും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ആ ഒരു മാപ്പ് എനിക്ക് തരാണെന്നുണ്ടെങ്കിൽ നിന്നെ രക്ഷപ്പെടുത്താന്നൊക്കെ അവൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ വില്യം ആണെന്നുണ്ടെങ്കിൽ അത് മാത്രം തരില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ അവനിപ്പോ മെല്ലെ മെല്ലെ താഴേക്ക് താന്നു പോകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ കഴുത്ത് മാത്രമേ പുറത്തുള്ളൂ. ഇപ്പൊ വേറെ ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് തന്നെ അവൻ ആ ഒരു മാപ്പ് എടുത്തിട്ട് ഹീറോയിന് കൊടുക്കുകയാണ്. ഇപ്പൊ ഈ ഒരു മാപ്പ് കൈ കിട്ടി കഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ അവൻ നോക്കിയിട്ട് ഇവനെ രക്ഷിക്കണോ വേണ്ടയോ വെറുതെ എന്തിനാ സമയം കളയുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് വില്യമിന്റെ കിളി പോകുന്നുണ്ട്. നീ എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്നെ ഇവിടെ എങ്ങനെയും വലിച്ചു കയറ്റി എന്നൊക്കെ വിളിച്ച് പറയാണ്. ഇപ്പൊ നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ചിരിച്ചിട്ട് അവനെ പിടിച്ച് കയറ്റാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയിനും ടീമും കൂടിയിട്ട് ഇപ്പൊ ഈ ഒരു 3 മാപ്പും കൂടിയിട്ട് ഇവർ ചേർത്ത് വെച്ചതുകൊണ്ട് തന്നെ ആ ഒരു ട്രഷർ ഇരിക്കുന്ന കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ എവിടെയാന്നുള്ളത് ഇവർക്ക് ഇപ്പൊ മനസ്സിലാവുകയാണ്. ആ ഒരു മാപ്പിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയായിരുന്നു. അതായത് ഒരു ഭാഗത്തു നിന്നും കൃത്യമായിട്ട് 70 അടി മുന്നോട്ടേക്ക് നടന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ട്രഷർ വെച്ചിട്ടുള്ള ഭാഗം നിങ്ങൾക്ക് മനസ്സിലാവുന്നായിരുന്നു ഈ ഒരു മാപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പോലെ തന്നെ ഇവര് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എണ്ണി മുന്നോട്ടേക്ക് നടക്കുകയാണ്. പക്ഷെ ഒരു 30 ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വലിയ ക്ലിഫിന്റെ മുന്നിലേക്കാണ് ഇവർ പോയി നിൽക്കുന്നത്. ഇപ്പൊ നേരെ താഴേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കടൽ മാത്രമേ കാണുന്നുള്ളൂ. ഇനിയും മുന്നോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ കടലിലേക്കായിരിക്കും പോയി വീഴുക. ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് വിചാരിച്ചിട്ട് അവരങ്ങനെ നിൽക്കുകയാണ്. ഈ ഒരു സമയത്താണ് വില്യം പറയുന്നത്, ഇപ്പൊ ഈ ഒരു ക്ലിഫിന്റെ താഴേക്ക് ഒരു 40 അടി കൂടി ഉണ്ടാവില്ലേ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കയറ് കെട്ടിയിട്ട് താഴെ ഇറങ്ങി നോക്കാന്ന് പറയുന്നുണ്ട്. ഇപ്പൊ വില്യമും നമ്മുടെ ഹീറോയിനും കൂടിയിട്ട് 2 കയറിലായിട്ട് ഇപ്പൊ മെല്ലെ താഴേക്ക് ഇറങ്ങി നോക്കുന്നുണ്ട്. കുറച്ചു ദൂരം താഴെ ഇറങ്ങി നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവൻ പറഞ്ഞതുപോലെ തന്നെ അവിടെ വലിയൊരു ഗുഹ കാണാണ്. ഇപ്പോ ഇവർ ഈ ഒരു കയർ തൂങ്ങിയിട്ട് എങ്ങനെയൊക്കെയോ ആ ഒരു ഗുഹേന്റെ ഉള്ളിലേക്ക് ചാടി കയറുന്നുണ്ട്. ഇപ്പോ ഇവർ ഉള്ളിൽ കയറി നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് ഈ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ട് ഇവിടെ വെച്ച് മരിച്ചു പോയിട്ടുണ്ട്. അവരുടെയൊക്കെ അസ്ഥികൂടങ്ങൾ അവിടെ കിടക്കുന്നത് ഇവർ കാണാണ്. അവിടെ കിടന്നിട്ടുണ്ടായിരുന്ന ഒരു എല്ലും തുണിയൊക്കെ എടുത്തിട്ട് ഇവരൊരു പന്തൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് മെല്ലെ പോയി നോക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ വില്യം ആണെന്നുണ്ടെങ്കിൽ വലിയൊരു കുഴിയിലേക്കൊക്കെ വീഴാനായിട്ട് പോകുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഹീറോയിൻ ഒരു വിധത്തിൽ അവനെ രക്ഷിക്കുകയാണ്. അങ്ങനെ ഇവർ വീണ്ടും ഈ ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് എക്സ്പ്ലോർ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവർ പോയിട്ട് ഒരു പ്രത്യേക ഭാഗം എത്തിക്കഴിഞ്ഞപ്പോ ഇവർ രണ്ടുപേരും വായ പൊളിച്ച് അങ്ങനെ നിൽക്കുകയാണ്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദൂരെയായിട്ട് ഇവർ തേടി വന്നിട്ടുള്ള ആ ഒരു നിധി അതിങ്ങനെ കൂട്ടിയിട്ടേക്കാണ്. നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ടൺ കണക്കിന് ഗോൾഡ് ഉണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് രണ്ടുപേരുടെയും കിളി പോവാണ്. ഇവരിപ്പോ നേരെ ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് നീന്തിയിട്ട് ആ ഒരു ഗോൾഡ് ഒക്കെ വെച്ചിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗോൾഡിന്റെ അടുത്ത് തന്നെ ഒരുപാട് തലയോട്ടികളും എല്ലും കൂടൊക്കെ ഇങ്ങനെ കാണുകയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനു മുന്നേ ഒരുപാട് ആൾക്കാർ ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ ഇവിടെ വെച്ചിട്ട് എങ്ങനെയൊക്കെയോ മരിച്ചു പോയിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും നോക്കാതെ അവിടെ ഉണ്ടായിരുന്ന ഓരോ ബോക്സസ് ആയിട്ട് ഇവരിങ്ങനെ തുറന്നു നോക്കുകയാണ്. നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഗോൾഡ് മാത്രമല്ല ഒരുപാട് വിലമതിപ്പുള്ള വൈരങ്ങളും രത്നങ്ങളും ഒക്കെ അവിടെ ഉണ്ടായിരുന്ന പെട്ടികളിലൊക്കെ നിറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോ വേറൊരു പെട്ടി തുറന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അതിൽ നിറച്ചും ഗോൾഡിന്റെയും സിൽവറിന്റെയും ഒരുപാട് കോയിനുകൾ ഇങ്ങനെ അടുക്കി വെച്ചേക്കായിരുന്നു. ഇപ്പൊ നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോക്സുമായിട്ട് നീ പുറത്തേക്ക് വാ, അപ്പോഴേക്കും ഞാൻ നമ്മുടെ ടീമിലുള്ള ബാക്കിയുള്ള
ആൾക്കാരെയും കൂട്ടിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു കയറി പിടിച്ച് തൂങ്ങിയിട്ട് ഇവളിപ്പോ മേലേക്ക് കയറി വരികയാണ്. അവിടെ ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവളുടെ ടീമിലുള്ള ഒരാൾ പോലും അവിടെ ഉണ്ടായിരുന്നില്ല. ഇവളാണെന്നുണ്ടെങ്കിൽ ഗ്ലാസ് പൂൾ എന്നൊക്കെ വിളിച്ചിട്ട് ആ ഒരു ഭാഗം മുഴുവൻ തെരഞ്ഞു നോക്കുന്നുണ്ട്. ഇവന്മാരൊക്കെ എവിടെ പോയി കിടക്കാന്നൊക്കെ ഇവളിങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്. എന്നാൽ ഈ ഒരു സമയത്താണ് മരത്തിന്റെ മുകളിലിരിക്കുന്ന വില്ലന്റെ ഗ്യാങ്ങിലുള്ള ഒരുത്തനെ അവള് കാണുന്നത്. ഇപ്പൊ നമ്മുടെ ഹീറോയിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ ആ ഒരു ബോക്സുമായിട്ട് ഇപ്പൊ ഗുഹയുടെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് ഒരു കയറ് കെട്ടിയിട്ട് മേലെ നിന്ന് ആരെങ്കിലും വലിക്കുന്ന വെച്ചിട്ട് കുറച്ചു നേരം കാത്തു നിൽക്കുന്നുണ്ട്. പക്ഷെ ആരെയും കാണാത്തോണ്ട് തന്നെ വില്യം ഇപ്പൊ ആ ഒരു ബോക്സുമായിട്ട് മേലേക്ക് ഇങ്ങനെ തൂങ്ങിക്കയറി വരുന്ന സമയത്താണ് നമ്മുടെ വില്ലനായിട്ടുള്ള ബ്രൗണ് ഇപ്പൊ ഹീറോയിനെ കൊണ്ട് അവിടെ വന്ന് നിൽക്കുന്നത്. ബ്രൗൺ വില്യമിനെ വിളിച്ചിട്ട് പറയാണ്, ആ ഒരു ട്രഷർ അത് നീ എനിക്ക് തന്നേക്ക്, അല്ലാന്നുണ്ടെങ്കിൽ ഇവളെ ഞാൻ തള്ളി താഴെ ഇടുന്ന് പറയാണ്. ഇയാള് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ വില്യാണെന്നുണ്ടെങ്കിൽ അതിന് മറുപടി ആയിട്ടൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിനെ ബ്രൗൺ ഇപ്പൊ തള്ളി താഴേക്ക് ഇടുകയാണ്. അവളിങ്ങനെ താഴേക്ക് വീഴുന്ന ആ ഒരു സമയത്ത് വില്യം നേരെ അവളുടെ കയ്യിലേക്ക് കയറി പിടിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് ഇപ്പൊ ആ ഒരു കയറിന്റെ മുകളിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുകയാണ്. ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രൗണും അവന്റെ ടീമും കൂടിയിട്ട് ആ ഒരു ഗോൾഡ് നിറച്ചു വെച്ചിട്ടുള്ള ബോക്സും അതുപോലെ തന്നെ നമ്മുടെ ഹീറോയിനെ വില്യമിനെയും ഇപ്പൊ മേലേക്ക് ഇങ്ങനെ വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മേലേക്ക് ഇങ്ങനെ തൂങ്ങി പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ വില്യം ഹീറോയിനോട് പറയുന്നുണ്ട്, നേരത്തെ ഞാൻ നിന്നെ പറ്റിച്ചിട്ടുണ്ട്, പക്ഷെ ഇനി ഒരിക്കലും ഞാൻ നിന്നെ പറ്റിക്കില്ല, നീ ജീവിതകാലം മുഴുവനും എന്റെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അവിടെ തൂങ്ങി കിടന്നിട്ട് അവളെ പ്രപ്പോസ് ചെയ്യാണ്. ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേലെ നിന്നിട്ട് വില്ലൻ ഇപ്പൊ ഹീറോയിനെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. അയാളുടെ ഉണ്ട നിന്ന് ചാവുന്നതിനെക്കാട്ടിലും നല്ലത് താഴെയുള്ള കടലിലേക്ക് വീഴുന്നതാണെന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ഇവർ രണ്ടുപേരും കൂടിയിട്ട് നേരെ കൈവിട്ട് കടലിലേക്ക് ചാടുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ജോണിനെ കാണിക്കുകയാണ്. അയാളാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ഗുഹേന്റെ അടുത്ത് മുഖമൊക്കെ കഴുകിയിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് വില്യം ആ ഒരു ഭാഗത്തേക്ക് വന്നേക്കുന്നത് ജോണ് കാണുന്നത്. ജോൺ ഇപ്പൊ വേഗം പോയിട്ട് വില്യത്തിന് തട്ടി വിളിക്കുന്നുണ്ട്. വില്യം എണീറ്റ് ഉടനെ ഹീറോയിനെ അന്വേഷിക്കുന്നുണ്ട്. ജോൺ ആണെന്നുണ്ടെങ്കിൽ അവള് സേഫ് ആയിട്ടൊരു സ്ഥലത്തിരിക്കുന്നുണ്ട്. വാ, ഞാൻ അവളുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന പറഞ്ഞിട്ട് ഇപ്പൊ വില്യമിനെയും കൂട്ടിയിട്ട് ജോൺ അവിടുന്ന് പോവാണ്. എന്നാൽ ഈ ഒരു ദ്വീപിന്റെ ഭാഗത്തേക്ക് വന്നിട്ടുള്ള ആ ഒരു സോൾജേഴ്സിന്റെ അടുത്തേക്കായിരുന്നു ജോൺ വില്യമിനെയും കൂട്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ബ്രൗൺ ഇവിടെയുള്ള ട്രഷറിന്റെ പേഴ്സണേജ് തരാന്നൊക്കെ പറഞ്ഞിട്ട് സോൾജേഴ്സുമായിട്ട് ഒരു ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും ഒരുമിച്ചിട്ടാണ് ഈ ഒരു നിധി എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ ഹീറോയിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവള് വേറൊരു ഭാഗത്താണ് വന്ന് കയറിയിട്ടുണ്ടായിരുന്നത്. അവള് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു മലയുടെ ഭാഗത്തേക്ക് ഇങ്ങനെ കയറി പോവാണ്. ഈ ഒരു സമയത്താണ് സോൾജേഴ്സ് വന്നിട്ട് വില്യമിനെ കൊണ്ടുപോകുന്നത് അവള് കാണുന്നത്. അത് മാത്രമല്ല ഇപ്പൊ ഹീറോയിന്റെ മുഴുവൻ ടീമിനെയും ജമൈക്കൻ കപ്പൽപ്പട വന്നിട്ട് പിടിച്ചോണ്ട് പോവാണ്. ഒരു ബോക്സ് മുഴുവനായിട്ട് സ്വർണ്ണ നാണയങ്ങൾ നമ്മുടെ വില്യം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലേ, ഇപ്പൊ ആ ഒരു ബോക്സ് നമ്മുടെ ബ്രൗണിന്റെ കപ്പലിലേക്ക് കയറ്റുന്നുണ്ട്. കയറ്റിയിട്ട് ബ്രൗണും സോൾജേഴ്സും അവിടുന്ന് പോവാണ്. ഇതേ സമയത്ത് തന്നെ അവിടെ നമ്മുടെ ഹീറോയിന്റെ കപ്പലുണ്ടായിരുന്നില്ലേ, ആ ഒരു കപ്പലിലേക്ക് ഹീറോയിന്റെ ടീമിലുണ്ടായിരുന്ന മൊത്തം ആൾക്കാരെയും അടിമകളാക്കി പിടിച്ചിട്ട് സ്കള്ളിയും അവന്റെ ടീമും ജമൈക്കൻ കപ്പൽപ്പടയിൽ ചേർന്ന കുറച്ച് ആൾക്കാരും കൂടിയിട്ട് കടലില് രണ്ട് ഡയറക്ഷനിലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഹീറോയിന്റെ കപ്പലിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവര് താഴ്ത്തി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ആങ്കർ ഇങ്ങനെ എല്ലാവരും കൂടിയിട്ട് വലിച്ചു കയറ്റായിരുന്നു. ഇപ്പൊ ആങ്കർ മെല്ലെ മേലേക്ക് പൊങ്ങി വന്നിട്ടുണ്ട്. നോക്കുന്ന സമയത്ത് ഈ ഒരു ആങ്കറിന്റെ മുകളിൽ പിടിച്ചിട്ട് നമ്മുടെ ഹീറോയിനും അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ അവള് നൈസായിട്ട് ഈ ഒരു കപ്പലിന്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. ഇവളുടെ ഫ്രണ്ട്സിനെ ആ ഒരു കപ്പലിൽ അടിമകളാക്കി പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ നോക്കുന്ന സമയത്ത് രണ്ട് സോൾജേഴ്സ് ഉണ്ടായിരുന്നു. ഹീറോയിൻ പെട്ടെന്ന് അവിടേക്ക് വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന രണ്ടുപേരെ അടിച്ചു കൂട്ടിയിട്ട് അവളുടെ ടീമിനെ അഴിച്ചു വിടുകയാണ്. അങ്ങനെ ഇവരെല്ലാരും കൂടി കൂട്ടിയിട്ട് ഇപ്പൊ കപ്പലിന്റെ ഡക്കിലേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്രതീക്ഷിതമായിട്ട് അറ്റാക്ക് ചെയ്യാണ്. സ്കെല്ലിക്കൻ ടീംസിനും പിടിച്ചു നിൽക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഒരു ഷിപ്പിന്റെ കൺട്രോൾ മുഴുവനും നമ്മുടെ ഹീറോയിന്റെ കയ്യിലേക്ക് വരികയാണ്. ഇപ്പോ സ്കെല്ലിനെ ടീംസിനെ പിടിച്ചിട്ട് ചതിയന്മാർക്ക് മരണമാണ് ശിക്ഷ എന്ന് പറഞ്ഞിട്ട് കടലിലേക്ക് ചവിട്ടി തള്ളിയിടുന്നുണ്ട്. ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വില്ലന്റെ ഷിപ്പിലാണല്ലോ ആ ഒരു ഗോൾഡ് ഉള്ളത്, അത് തിരിച്ചു പിടിക്കണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഷിപ്പിന്റെ പുറകെ തന്നെ നമ്മുടെ ഹീറോയിനും ടീമും പോകുന്നുണ്ട്. നമ്മുടെ ഹീറോയിന്റെ കപ്പലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സോൾജേഴ്സ് ഉണ്ടായിരുന്നില്ലേ, അവരുടെ അടുത്ത് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിന്നോന്ന് പറഞ്ഞിട്ട് അവരെയും ഗൺ പോയിന്റിൽ നിർത്തിയിട്ട് എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ അവിടെ ഉണ്ടായിരുന്ന പീരങ്കികളും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ബ്രൗണിന്റെ കപ്പലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ഒരു ബൈനോക്കുലർ വെച്ചിട്ട് ഇപ്പൊ നമ്മുടെ ഹീറോയിന്റെ കപ്പലിലേക്ക് നോക്കുന്നുണ്ട്. അപ്പോ എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്, കാര്യങ്ങളൊന്നും കറക്റ്റ് ആയിട്ടല്ല നടക്കുന്നത്. അപ്പോ അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് അയാൾക്ക് മനസ്സിലാവാണ്. ഇപ്പൊ നൈസായിട്ട് ഇവരുടെ കപ്പലിലുണ്ടായിരുന്ന പീരങ്കികളും ലോഡ് ചെയ്യാനായിട്ട് അവൻ പറയാണ്. ബ്രൗണിന്റെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യുന്നുണ്ട്. വില്യമിനെ ഇവരുടെ ഈ ഒരു കപ്പലിലാണല്ലോ പിടിച്ചു വെച്ചേക്കുന്നത്. ഇപ്പൊ ബ്രൗണ് അവനെ ഡെക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് പറയാണ്. എന്നിട്ട് ഈ ഒരു കപ്പലിന്റെ പായമരത്തിൽ അവനെ കെട്ടി തൂക്കാൻ ഓർഡർ കൊടുക്കുകയാണ്. എന്നാൽ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോയിൻ അവളുടെ കപ്പലിൽ ഇരുന്നിട്ട് ബൈനോക്കുലറിലൂടെ കാണുന്നുണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ വില്യമിനെ കപ്പലിന്റെ പായമരത്തിൽ തൂക്കാനായിട്ട് പോവാണ്. എന്നാൽ അവനെ കെട്ടി തൂക്കാൻ വന്ന ആളെ അവൾ അവിടെ ഇരുന്ന് ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ തന്നെ ബ്രൗണ് പറയാണ്, എനിക്ക് അപ്പോഴേ തോന്നിയിട്ടുണ്ടായിരുന്നു എന്തോ ഒരു കളി നടന്നിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പൊ ബ്രൗണിന് മറ്റേ കപ്പലിന്റെ കൺട്രോള് അവർക്ക് മിസ്സായി എന്നുള്ള കാര്യം മനസ്സിലാവാണ്. ഇപ്പൊ രണ്ട് കപ്പലും അടുത്തടുത്ത് കൊണ്ടുവന്നിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാനുള്ള ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്രൗണിന്റെ കപ്പലിൽ നിന്നും നമ്മുടെ ഹീറോയിന്റെ കപ്പലിലേക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഹീറോയിന്റെ ടീമാണെന്നുണ്ടെങ്കിൽ ഒട്ടും വിട്ടുകൊടുക്കുന്നുണ്ടായിരുന്നില്ല, അവരും തിരിച്ച് ഷൂട്ട് ചെയ്യാണ്. ഇപ്പൊ ആ ഒരു ഫൈറ്റ് നല്ല രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വെടിവെച്ചോണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ രണ്ട് കപ്പലിനും നല്ല രീതിയിലുള്ള ഡാമേജ് ആവുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ വില്യമിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കയർ കെട്ടിയിട്ട് ആ ഒരു കയറിൽ തൂങ്ങിയായിട്ട് നമ്മുടെ ഹീറോയിന്റെ കപ്പലിലേക്ക് വന്ന് വീഴാണ്. ഇപ്പൊ പീരങ്കി പ്രയോഗം കഴിഞ്ഞ ആ ഒരു സമയത്ത് തന്നെ ഈ രണ്ട് ടീമും അവരുടെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് വെച്ചിട്ട് ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ വില്ലന്റെ ടീംസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കയറുകളൊക്കെ നമ്മുടെ ഹീറോയിന്റെ കപ്പലിലേക്ക് എറിഞ്ഞു പിടിപ്പിച്ചിട്ട് ആ ഒരു കപ്പൽ
കപ്പലിലേക്ക് ഇപ്പൊ ചാടി കയറുകയാണ്. ഇപ്പൊ അവരുടെ കയ്യിലുണ്ടായിരുന്ന വാള് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നേരിട്ട് തന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഇനി എത്ര പേര് വന്നിട്ടുണ്ടെങ്കിലും അവരെയൊക്കെ അടിച്ച് തൂക്കുന്നു പറഞ്ഞിട്ട് അവളുടെ വാള് വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മള് വില്യമിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവനിപ്പോ വെല്ലമല്ലേ നമ്മുടെ ബ്രൗണിന്റെ കപ്പലിലേക്ക് പോയിട്ടുണ്ട്. ഇവര് കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ഗോൾഡ് എവിടെയാണ് വെച്ചിട്ടുള്ളത് നോക്കാനാണ് ഇവൻ ആരെയും കണ്ണിൽ പെടാതെ ഈ ഒരു കപ്പലിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ലഗേജ് ഒക്കെ വെച്ചേക്കുന്ന ആ ഒരു ഭാഗത്ത് പോയി നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് പെട്ടികൾ അവിടെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അകത്ത് ഏതാണ് ആ ഒരു ഗോൾഡ് ഉള്ള പെട്ടി എന്നുള്ളത് ഇവൻ തപ്പിയിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അവനിപ്പോ അത് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ ഹീറോയിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവളുടെ കപ്പലിന് ഒരു കയർ തൂങ്ങിയിട്ട് വില്ലന്റെ കപ്പലിലേക്ക് ചാടി വീഴുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ മുഴുവനും അടിച്ചു തൂക്കുകയാണ്. ഇപ്പൊ നൈസായിട്ട് അവൾ ഈ ഒരു കപ്പലിന്റെ അണ്ടർഗ്രൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് വെടിമരുന്നുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ അതിൽ നിന്നും ഒരു ബാരൽ എടുത്തിട്ട് നിലത്തേക്ക് ഇങ്ങനെ ചെതറിച്ചിടുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു വെടിമരുന്നിലേക്ക് അവൾ തീ കൊടുക്കുകയാണ്. നോക്കുന്ന സമയത്ത് ചെതറി പൊട്ടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരു വലിയ ബ്ലാസ്റ്റ് തന്നെ നടന്നിട്ട് വില്ലന്റെ കപ്പല് നല്ല കാര്യമായിട്ട് തന്നെ ഡാമേജ് ആവാണ്. എന്നാൽ ഈ ഒരു കപ്പലിന്റെ ഉള്ളിൽ വില്യം ആ ഒരു ഗോൾഡ് തപ്പി വന്നിട്ടുണ്ടായിരുന്നില്ലേ. ഇവൻ തപ്പിക്കൊണ്ടിരുന്ന ആ ഒരു ലഗേജ് മുഴുവനും ആ ഒരു എക്സ്പ്ലോഷനിൽ ഇവന്റെ മേത്തേക്ക് തന്നെ വീഴാണ്. അവനിപ്പോ ഈ ഒരു ബോക്സിന്റെയും ആ ഒരു കപ്പൽ തൂണിന്റെ ഇടയിൽ പെട്ടിട്ട് അങ്ങനെ ജാമായി നിൽക്കുകയാണ്. ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗോൾഡ് എവിടെ വെച്ചെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു ഭാഗം മുഴുവൻ തെരഞ്ഞു നോക്കുന്നുണ്ട്. ഇപ്പോ വില്യം അവിടെ നിൽക്കുന്നത് കാണുകയാണ്. നീ ഇവിടെ എന്ത് കാണിച്ചുകൊണ്ടിരിക്കുകയെന്ന് ചോദിച്ചിട്ട് അവന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പൊ അവൻ പറയാണ്, നീ എന്തിനാ എവിടേക്ക് വന്നത്? അതിന് തന്നെയാണ് ഞാനും വന്നത്, ആ ഒരു ഗോൾഡ് എവിടെയാണ് നോക്കാനായിട്ട്. വെറുതെ ഡയലോഗ് അടിച്ചോണ്ട് നിൽക്കാണ്ട് എന്നെ ഒന്ന് രക്ഷിക്കാനായിട്ട് പറയാണ്. ഹീറോയിൻ ഇപ്പോ നമ്മുടെ വില്യത്തിനെ രക്ഷിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ബ്രൗൺ അങ്ങോട്ടേക്ക് വരികയാണ്. അവനിപ്പോ പറയാണ്, ആഹാ ഇതാര്, എന്റെ ഏട്ടന്റെ മോളല്ലേ ഇത്, നീ എന്താ മോളെ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത്? നിന്റെ അച്ഛനെ പോലെ നീയും എന്റെ കൈ കൊണ്ട് ചാഹാൻ വന്നാണോ? അങ്ങോട്ട് വാ, സ്വർഗത്തിലേക്ക് വിടാന്ന് പറയുന്നുണ്ട്. ഈ ഒരു കാര്യം കേട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ നല്ല തിളച്ചു വരുന്നുണ്ട്. അവളിപ്പോ വാള് കയ്യിലെടുത്തിട്ട് നമ്മുടെ ബ്രൗണിന്റെ നേരെ പാഞ്ഞു ചെല്ലുകയാണ്. അങ്ങനെ ഇവർ വാള് വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഈ രണ്ട് കപ്പലും നല്ല രീതിയിൽ ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വില്ലന്റെ കപ്പലിന്റെ ഉള്ളിലേക്ക് ഒരുപാട് വെള്ളം ഇങ്ങനെ കയറി വരുന്നുണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ ഹീറോയിനെയും ബ്രൗണിനെയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവര് ഫൈറ്റ് ചെയ്തിട്ട് ആ ഒരു പായ്മരത്തിന്റെ മുകളിൽ വരെ എത്തിയിട്ടുണ്ട്. അവിടെ നിന്നിട്ട് ഇവര് നല്ല രീതിക്ക് തന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല പൊരിഞ്ഞ യുദ്ധം. അങ്ങനെ ഇവര് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നമ്മുടെ ഹീറോയിന്റെ വാള് താഴേക്ക് വീണ് പോകുന്നുണ്ട്. ഈ ഒരു ഗ്യാപ്പിൽ ബ്രൗൺ ആണെന്നുണ്ടെങ്കിൽ അവളെ ചവിട്ടി താഴേക്ക് ഇടുകയാണ്. അവൾ അത്രയും ഹൈറ്റ് നിന്ന് വീണിട്ട് ഈ ഒരു പലകയും പൊളിച്ചിട്ട് താഴേക്ക് പോവാണ്. ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു സാധനം അവൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പായ വെച്ചിട്ട് മൂടിയിടുന്നുണ്ട്. ഇപ്പൊ നമ്മൾ വില്യമിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവനിപ്പോ ആ ഒരു തൂണിന്റെ അടുത്ത് സ്റ്റക്കായി നിൽക്കുന്നുണ്ടായിരുന്നില്ലേ. ഇപ്പൊ വെള്ളം കയറിയിട്ട് അവന്റെ തല മാത്രമേ പുറത്ത് കാണുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അവൻ മുഴുവനായിട്ട് വെള്ളത്തിന്റെ ഉള്ളിലേക്ക് മുങ്ങാനായിട്ട് പോവാണ്. ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ അവനെ രക്ഷിക്കാനായിട്ടൊക്കെ പോകുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ബ്രൗൺ അങ്ങോട്ടേക്ക് ഒരു കയറിൽ തൂങ്ങിയാടി വന്നിട്ടുണ്ട്. ഇവനെ കണ്ടപ്പോ തന്നെ അവിടെ കത്തിക്കൊണ്ടിരുന്ന ഒരു മരപ്പലക അവള് കയ്യിലെടുത്തിട്ട് അവന്റെ നേരെ ചൂണ്ടി അങ്ങനെ നിൽക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ ബ്രൗൺ ആണെന്നുണ്ടെങ്കിൽ ചിരിച്ചിട്ട് അവളോട് പറയുന്നുണ്ട്, ഈ ഒരു പലക വെച്ചിട്ടാണോ നീ എന്റെ അടുത്ത് ഫൈറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്? വെറുതെ സമയം കളയാൻ നിൽക്കണ്ട, നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തു തരാന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ചിരിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു തുണി മാറ്റുന്നുണ്ട്. നോക്കുന്ന സമയത്ത് വലിയൊരു പീരങ്കിയായിരുന്നു ആ ഒരു തുണിയിൽ അവൾ മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ അവളുടെ കയ്യിലുണ്ടായിരുന്ന തീ ഈ ഒരു പീരങ്കിയിലേക്ക് ആക്കുകയാണ്. പീരങ്കിയിൽ തീ കൊടുത്ത അതേ സമയത്ത് തന്നെ അത് പൊട്ടി തെറിക്കുന്നുണ്ട്. ഇപ്പൊ പീരങ്കിന്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ള ആ ഒരു വലിയ ബുള്ളറ്റിന്റെ കൂടെ നമ്മുടെ ബ്രൗണ് കപ്പലിന്റെ ബാക്ക് സൈഡും പൊളിച്ചിട്ട് നേരെ കടലിലേക്ക് പോയി വീഴാണ്. അങ്ങനെ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കപ്പലിന്റെ ഉള്ളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കപ്പല് മെല്ലെ മെല്ലെ മുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. വില്യം ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മുഴുവനായിട്ട് ആ ഒരു വെള്ളത്തിൽ അങ്ങനെ മുങ്ങി നിൽക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ മെല്ലെ ആ ഒരു വെള്ളത്തിൽ മുങ്ങിപ്പോയിട്ട് അവൻ ഒരു വിധത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഈ ഒരു സമയപ്പോഴത്തേക്കും ആ ഒരു കപ്പലിലുണ്ടായിരുന്ന വെടിമരുന്നിന് മുഴുവനായിട്ട് തീ പിടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ വില്യം പറയാണ്, എത്രയും പെട്ടെന്ന് ഈ ഒരു കപ്പലിനുള്ളിൽ നിന്ന് പുറത്തേക്ക് പോകണം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യത്തിലും ഒരു തീരുമാനമാവെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ പുറത്തേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് ഒരു സെക്കൻഡ് നമ്മുടെ ഹീറോയിനെ കാണാതെ ആവുന്നുണ്ട്. അവൻ വിചാരിച്ചതുപോലെ തന്നെ അവള് ആ ഒരു ഗോൾഡും തെരഞ്ഞു പോയതായിരുന്നു. ഇപ്പോ അവള് മെല്ലെ വെള്ളത്തിന്റെ മുകളിലേക്ക് പൊങ്ങി വന്നിട്ടുണ്ട്. എന്നിട്ട് അവനോട് പറയാണ്, നീ പറഞ്ഞത് ശരിയാണ്, ഗോൾഡിനേക്കാളും വലുത് നമ്മുടെ ജീവൻ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഈ ഒരു കപ്പലിന്റെ പുറത്തേക്ക് എടുത്ത് ചാടുന്നുണ്ട്. എന്നാൽ കറക്റ്റ് ആയിട്ട് ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു കപ്പൽ പൊട്ടിച്ചെതറാണ്. ഇപ്പൊ ആ ഒരു ഗോൾഡിന്റെ ബോക്സ് അടക്കം ഈ ഒരു കടലിൽ മുങ്ങിപ്പോയല്ലോ എന്ന് ആലോചിച്ചിട്ട് നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ നല്ല വിഷമിച്ച് നിൽക്കുകയാണ്. ഇവനിങ്ങനെ നിൽക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോ ഹീറോയിൻ പറയാണ്, നീ വിഷമിക്കണ്ട, ആ ഒരു ഗോൾഡ് എന്തായാലും നമ്മളെ തേടി തന്നെ വരുന്ന പറയാണ്. ഇവൾ ഈ ഒരു കാര്യം പറഞ്ഞ അതേ സമയത്ത് തന്നെ ഒരു ബാരല് ഇപ്പൊ വെള്ളത്തിന്റെ മുകളിലേക്ക് പൊങ്ങി വരുന്നുണ്ട്. ഇവൾ ഒരു മിനിറ്റ് വെള്ളത്തിന്റെ അടിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു ഗോൾഡ് വെച്ചിട്ടുണ്ടായിരുന്ന ബോക്സിൽ ഇവൾ ഈ ഒരു ബാരല് കെട്ടിവെക്കാനായിരുന്നു പോയത്. ഇപ്പോ ആ ഒരു ഗോൾഡ് എവിടെയെന്നുള്ള ലൊക്കേഷൻ ഇവർക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ വില്യമിനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമാണ്. അങ്ങനെ വില്യമും ഹീറോയിനും അവളുടെ ടീമിലുണ്ടായിരുന്ന ബാക്കി ആളുകളും കൂടിയിട്ട് ആ ഒരു കട്ട്രോട്ട് ഐലൻഡിലേക്ക് പോയിട്ട് അവിടെ ബാക്കി ഉണ്ടായിരുന്ന മുഴുവൻ ട്രഷറും ഇവരുടെ കപ്പലിലേക്ക് എടുത്തുകൊണ്ട് വരികയാണ്. ഇപ്പോ കപ്പലിലുണ്ടായിരുന്ന അവളുടെ ടീം മെമ്പേഴ്സിനോട് പറയാണ്, എന്റെ അച്ഛന്റെ ആഗ്രഹം ഞാൻ കൃത്യമായിട്ട് നിറവേറ്റിയിട്ടുണ്ട്. ഈ കാണുന്ന ഗോൾഡ് മുഴുവനും നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ തുല്യമായിട്ട് പങ്കിട്ട് തരാനായിട്ട് പോവാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ എല്ലാവർക്കും സന്തോഷമാണ്. ഇപ്പൊ ഹീറോയിൻ വന്നിട്ട് നമ്മുടെ വില്യമിനെ കൂട്ടിയിട്ട് അവരുടെ ക്യാബിനിലേക്ക് പോവാണ്. ഈ ഒരു സീനും കാണിച്ചിട്ട് കട്ട് ത്രോട്ട് ഐലൻഡ് എന്ന ഈ ഒരു സിനിമ ഇവിടെ കഴിയാണ്. എങ്ങനെയുണ്ട് ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടമായോ? നിങ്ങൾക്ക് ഈ ഒരു സിനിമ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ സിനിമയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാനും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കണ്ട. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.